ഹായ്, ഐ എം ജഫ്ന. സോ പ്ലസ് വൺ അലോട്ട്മെന്റിനെ കുറച്ച് കാര്യം പറയാനാണ് വന്നത്. അപ്പം എന്താ പറയണേ വെച്ചാല്, ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പോയി എടുത്ത ഡിസിഷൻ, അതായത് നിങ്ങൾ അലോട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ചൂസ് ചെയ്ത പീപ്പിൾ, ഓഫ്കോഴ്സ് MS സൊല്യൂഷൻ എക്സൈറ്റ് ട്യൂഷൻ സെന്റർ ഈ സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടാവല്ലോ. അപ്പം നിങ്ങൾ എത്തിയില്ലെങ്കിൽ അവിടെ തന്നെ പോകണം. അത് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഫാമിലിയിൽ മൂത്താളാണ്. അപ്പൊ ഞാനിപ്പോൾ 10th പാസ്സായപ്പം അലോട്ട്മെന്റ് എന്താന്ന് പറഞ്ഞാൽ എന്റെ കാട്ടും മൂത്ത ഒരാളില്ല എനിക്ക്. അപ്പം ആർ ദി അതർ പീപ്പിൾസ് ഹു ജസ്റ്റ് ടോട്ട് മീ വാട്ട് ഇസ് ദിസ് തിങ്സ് ഓൺ. അപ്പൊ ഇതെന്തൊക്കെയാണെന്നും അലോട്ട്മെന്റിനെ കുറിച്ച് എന്താണെന്നും ഇതൊക്കെ എങ്ങനെ ചെയ്യാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവരെല്ലാം ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് സൈഡിൽ നിന്നിട്ട് എനിക്ക് ഈ സ്കൂൾ വേണം, എനിക്ക് ഈ സ്കൂൾ വേണം. അവർ പറയാം ഓക്കെ, ഇത് സ്കൂളാണ് നിനക്ക് വേണ്ടത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്റെ ഉമ്മ ശരിക്കും എനിക്ക് ആദ്യം ആക്ച്വലി വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. കാരണം വേണ്ടി ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇവിടെ വരാൻ താല്പര്യമില്ലായിരുന്നു. എന്റെ ഉമ്മ പറഞ്ഞ് വാങ്ങിന്നും ഞാൻ പോയി ചോദിക്കാന്നൊക്കെ പറഞ്ഞു. അവര് അവിടുന്ന് തന്നെ ഭയങ്കര കംഫർട്ടിങ് ആയിട്ട് പറഞ്ഞു, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഞങ്ങൾ തന്നെ ചെയ്തുതരാം, നിങ്ങളൊന്നിങ്ങനെ നിന്ന് പറഞ്ഞു തന്നാലും മതി എന്നാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഫില്ല് ചെയ്യാൻ സഹായിച്ചു. അവരെന്നെ ഫില്ല് ചെയ്ത് ഇതാക്കി തന്ന് എല്ലാം റെഡി ആക്കി തന്ന് അങ്ങനെ അലോട്ട്മെന്റ് കൊടുക്കാനുള്ളതൊക്കെ ചെയ്തു. ഇനി പറയാനുള്ളത് എന്താ വെച്ചാല്, ഹിനോസ് വെൽ, അതായത് സാറിന് തന്നെ അറിയാം, ഷെയ്ഫ് സാറിന് തന്നെ അറിയാം നമുക്ക് എവിടെ വഴി കിട്ടുകയെന്ന്. സാർ എന്നെ പറഞ്ഞു എനിക്ക് മിക്കവാറും കിട്ടുന്നത് മർക്കസ് ഗേൾസിലായിരിക്കും. എനിക്കും അവിടെ തന്നെ പഠിക്കാൻ താല്പര്യം, അവിടെ നല്ല ടീച്ചിങ് ആണ്, അപ്പം അവിടെ തന്നെ കിട്ടിയാലും മതിയെന്നായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് എല്ലാം ഉണ്ടെന്ന്. അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് എനിക്ക് അവിടെ കിട്ടുകയും ചെയ്തു. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അപ്പം എല്ലാവരോടും പറയാനുള്ളതാണ് കേട്ടോ. ഇത്രയും പറഞ്ഞുണ്ടാക്കിയത് അവരൊറ്റൊരു കൺക്ലൂഷനിൽ വരാനാണ്. അതായത് നിങ്ങളുടെ അലോട്ട്മെന്റ് കാര്യത്തിൽ ഇവര് നല്ല കെയറിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ കിട്ടണം അവിടെ തന്നെ കിട്ടാൻ വേണ്ടി ദേ ആർ വർക്കിംഗ് ഹാർഡ്. അപ്പൊ എങ്ങനെ കൊടുക്കണം, ഏത് സ്ട്രാറ്റജി വെച്ചിട്ടാണ് കൊടുക്കണേന്നൊക്കെ അവിടെ ഉള്ളവർക്ക് അറിയാം. അപ്പൊ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ വന്നിട്ട് അലോട്ട്മെന്റ് നോക്കണം. കാരണം നിങ്ങൾ 2 years ആണ്, പ്ലസ് 1 പ്ലസ് 2 ലൈഫ് ടൈം എന്ന് പറയുന്നത് 2 years. നിങ്ങൾ എവിടെ സ്പെൻഡ് ചെയ്യണം, ഒരു ഡേ ഫുൾ എവിടെ സ്പെൻഡ് ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു സ്കൂൾ ഓപ്ഷനിങ്ങിനാണ്, അതായത് അലോട്ട്മെന്റ് കൊടുക്കുന്നതിനാണ്. അപ്പം കറക്റ്റായിട്ട് കൊടുക്കണമല്ലോ. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ അല്ല, ദിസ് ഈസ് ദ ഓൺലി ഓപ്ഷൻ ഫോർ യു. അത്രേ ഉള്ളൂ. ആ ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ ആണത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ പോയിട്ട് കറക്റ്റായിട്ടുള്ള ഞാൻ ഈ വോയിസ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല, സ്വന്തം അഹങ്കരിച്ചതാണ്. അതായത് പ്ലസ് 1 അലോട്ട്മെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുവള്ളി വെച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാരന്തൂർ ഭാഗത്തുള്ള ജഫ്ന അജ്മൽ എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ ഓഫീസിൽ എത്തിച്ചേരുകയുണ്ടായി. അതിന് മുമ്പ് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ ഈ ജഫ്ന അജ്മൽ വന്നു, അവളെ പാരൻ്റായിട്ടാണ്, ഉമ്മയായിട്ടാണ് വന്നത്. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ ഒരു സ്കൂളിൽ മീൻസ് മർക്കസിൽ പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. വീഡിയോകൾ ഫോളോ ചെയ്ത ആളാണ്. പിന്നെ ഞാൻ മർക്കസിൽ ഒരു ചെറിയ ക്ലാസ്സൊക്കെ എടുക്കാനൊക്കെ പോയിട്ടുണ്ട്, സ്പെഷ്യൽ ക്ലാസ്സൊക്കെ. അങ്ങനെ ഇവിടെ എത്തിയ ആളാണ്. അങ്ങനെ അവൾ അലോട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞതുപോലൊക്കെ തന്നെ കൊടുത്ത് ഞാൻ തന്നെ അവളത് ചെയ്തു കേട്ടോ. അന്ന് ഏകദേശം ഒരു 600ഓളം ഫോം അവൾ പ്ലസ് 1 പഠിക്കും, അതായത് കഴിഞ്ഞ വർഷത്തിൻ്റെ തൊട്ടുമുള്ള വർഷമാണ് അവൾ പ്ലസ് 1 അലോട്ട്മെൻറ്റ് ചെയ്തത്. ഇപ്പോൾ പ്ലസ് 2 കഴിഞ്ഞ കുട്ടിയാണ്. ഇന്ന് അവളുടെ റിസൾട്ട് വന്നു. 1200-ൽ 1174 മാർക്ക് നേടിയിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ ട്യൂഷൻ സെൻ്ററിൽ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് രക്ഷിതാവ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പ്ലസ് 1ലേക്കുള്ള ആളാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പല ജില്ലയിലുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ ഈ ചാനലിലോ അല്ലെങ്കിൽ MS സൊല്യൂഷൻസ് പ്ലസ് 1 എന്ന് പറയുന്ന ചാനലിലോ വരുന്ന വീഡിയോകളെ ഫോളോ ചെയ്യുക. അതിൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസൃതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, നിങ്ങൾ റീവാലുവേഷൻ ഏത് സബ്ജക്റ്റ് കൊടുക്കണം എന്നറിയാത്തവരുണ്ടായിരുന്നു. എൻ്റെ മുമ്പിൽ സാർ എനിക്ക് 6 A+ ആണ്, എനിക്ക് ഇന്ന വിഷയങ്ങൾ റീവാലുവേഷൻ കൊടുക്കണം, ഏതാ, ഹിന്ദിയും ഇംഗ്ലീഷും. അതെന്താ കാരണം? അതിൽ മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചു, നിനക്ക് പ്ലസ് 1 ഏതാ വേണ്ടിയത്? സയൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ 4 വിഷയത്തിൽ A+ ഉണ്ടെങ്കിലേ സയൻസ് പെട്ടെന്ന് സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞത് പ്രകാരം ആ കുട്ടി 2 സബ്ജക്റ്റ് കൂടി കൂട്ടിക്കൊടുത്തു. A+ ഇല്ലാത്ത പിന്നെ നമ്മുടെ മാത്സും ഫിസിക്സും A+ അല്ലായിരുന്നു. മാത്സ് B+ ആണ്, ഫിസിക്സിൽ A ഗ്രേഡാണ്. അതും കൂടി റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ റീവാലുവേഷൻ റിസൾട്ട്. അപ്പോൾ നിലവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാത്തിനും ഒരു എന്ത് ചെയ്യുക, 1000 വട്ടം ചിന്തിക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ MS സൊല്യൂഷൻ പ്ലസ് 1 ചാനലെങ്കിലും ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്ന കൊടുവള്ളി ഭാഗത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് MS സൊല്യൂഷൻസിൻ്റെ ഓഫീസിലേക്ക് ഏത് സമയത്തും വരാം. അതോടൊപ്പം എൻ്റെ ട്യൂഷൻ തൊട്ടപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ടേക്കും വരാം, നോ പ്രോബ്ലം. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട A to Z സംശയങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തും തരും കേട്ടോ.
ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ജഫ്ന അജ്മലിനെ പോലെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളാവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 1200 1200 എന്ന മധുരമായ സ്വപ്നത്തിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 10ാം ക്ലാസ്സിൽ ഫുള്ളോ 9, 8, 7 എന്തോ ആകട്ടെ 200 കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MS സൊല്യൂഷൻസിൻ്റെ 200 സ്റ്റുഡൻസ് മാത്രമുള്ള ന്യൂട്ടൺ ബാച്ചാണ്. അതിൽ ഏകദേശം 170ഓളം കുട്ടികൾ നിലവിൽ സ്റ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ബാച്ച് ക്ലോസ് ചെയ്യാൻ ഇനി വെറും 30 സീറ്റുകൾ മാത്രമേ ഫ്രീ ആയി കിടക്കുന്നുള്ളൂ. ഓക്കെ, ആ ന്യൂട്ടൺ ബാച്ചിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ലെവൽ 1 ആൻഡ് ലെവൽ 2 MCQ ആണ്. എന്താണ് ലെവൽ 1 ലെവൽ 2 എന്ന് അറിയില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അത്രയേ ഉള്ളൂ. ഇതിലെ ലെവൽ 1 മാത്രം മതി നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും 60ൽ 60 +1ലും 60ൽ 60 +2ലും കിട്ടാൻ. ആ ലെവൽ 1 മാത്രം. അപ്പോൾ സാർ എന്തിനാ ലെവൽ 2? എടാ, ബാച്ച് എൻട്രൻസ് അല്ലേ, കീം +2 കഴിഞ്ഞുടനെ തന്നെ കീം എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ പറ്റണ്ടേ, അതാണ് ലെവൽ 2. സാർ എനിക്ക് കീമല്ല, എനിക്ക് JEE നീറ്റാണ് ലക്ഷ്യമെങ്കിൽ ലെവൽ 3 ഉണ്ട്. അത് ഈ ബാച്ച് കഴിഞ്ഞ് നിങ്ങൾ മാർച്ച് മാസം ഈ ബാച്ച് കംപ്ലീറ്റ് കഴിയുമ്പോൾ ഏപ്രിലും മെയിലുമാണ് ആ ലെവൽ 3 നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളെ ഒറ്റയടിക്ക് എൻട്രൻസ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ലെവൽ 1ൽ നിന്ന് ലെവൽ 2ലേക്ക്, അവിടെ നിന്ന് ലെവൽ 3ലേക്ക്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ലെവൽ 0യിലാണ്. തിയറി പ്ലസ് PYQ എന്ന ലെവൽ 0 നിങ്ങൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ലെവൽ 1ലേക്ക് ഇറങ്ങാനുള്ള സമയം അഗതമായിട്ടുണ്ട്. നിങ്ങൾക്ക് MS സൊല്യൂഷൻസിൻ്റെ ന്യൂട്ടൺ ബാച്ചിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചേരാം. കൂടെ മെറ്റീരിയലും കൂടി ഫ്രീ ആണ് കേട്ടോ. 8000 രൂപയുടെ ബാച്ചാണ്. 5499 രൂപയ്ക്ക് നിലവിൽ മെറ്റീരിയലും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആക്കുന്നുണ്ട്. വിത്ത് മെറ്റീരിയലാണ്, ഇൻക്ലൂഡിങ് GST കൂടിയാണ് കേട്ടോ റേറ്റ്. വേറെ അധികം എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ബുക്കിൻ്റെ കൊറിയർ ചാർജ് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഉഷാറായിട്ട് എൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. അലോട്ട്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി MS സൊല്യൂഷൻസ് +1 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബ് ചാനൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇവിടെ മൊബൈൽ നമ്പർ ഉണ്ട്. ഓക്കെ, 70 12 67 00 55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെയും നമ്പർ ഉണ്ട് കേട്ടോ, 80 75 12 50 31. ഓക്കെ ആണല്ലോ. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.